നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. തൃശൂരിൽ വോട്ടർ പട്ടിക വിവാദം ചൂടുപിടിക്കുകയാണ്. അതേസമയം UDF-ഉം LDF-ഉം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം വോട്ടർ പട്ടികയിലെ തിരിമറിയെന്നാണ് ആരോപണം. അത് സാധൂകരിക്കുന്ന നിരവധി തെളിവുകളും പുറത്തുവന്നു. വിഷയം ചൂടുപിടിച്ചതോടെ വാക്പ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും കൊടുമ്പിരി കൊണ്ടു. വായ്ത്തോരാതെ മറുപടി പറഞ്ഞിരുന്നവരുടെ മിണ്ടാട്ടവും മുട്ടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി BJP ആയിരക്കണക്കിന് വോട്ടുകൾ വ്യാജമായി ചേർത്തതായി UDF-ഉം LDF-ഉം ആരോപിച്ചു. ഇതിനെ പ്രതിരോധിക്കാൻ BJP രംഗത്തെത്തിയതോടെ വിവാദം ചൂടുപിടിച്ചു. ഇരു മുന്നണികളും തെളിവുകൾ ഹാജരാക്കിയെങ്കിലും ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ബൂത്തിലെ വോട്ട് ചോർച്ച ഉയർത്തിക്കാട്ടുന്നതായിരുന്നു BJPയുടെ പ്രതികരണം. വിജയം ഉറപ്പാക്കാൻ മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാരെ ഉൾപ്പെടുത്തി വോട്ട് ചെയ്തതായി BJPക്കെതിരെ ആരോപണമുണ്ട്. മുൻ കളക്ടറും ചീഫ് ഇലക്ടറൽ ഓഫീസറുമായ കൃഷ്ണതേജയ്ക്ക് ലഭിച്ച പരാതി ഉന്നത തലങ്ങളിലേക്ക് കൈമാറിയില്ലെന്നും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം BJP സഖ്യം ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയുടെ ടീമിലേക്ക് കൃഷ്ണതേജ പോയി. പരാതി ലഭിച്ചിട്ടില്ലെന്ന മുഖ്യ ഇലക്ടറൽ ഓഫീസറുടെ അഭിപ്രായം അടിസ്ഥാനരഹിതമാണെന്ന് LDF-ഉം UDF-ഉം ആരോപിക്കുന്നു. തൃശൂരിലെ എല്ലാ വോട്ടുകളും അവസാന ഘട്ടത്തിലാണ് ചേർത്തതെന്ന് ഇടത് വലത് മുന്നണികൾ പറയുന്നു. ആലത്തൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ വോട്ടർമാരെ തൃശൂരിലേക്ക് ചേർത്തുവെന്നാണ് ആരോപണം. ഇതിനുള്ള തെളിവുകളും പുറത്തുവന്നു. വോട്ടർ പട്ടിക വിവാദത്തെ തുടർന്ന് തൃശൂരിൽ CPM BJP സംഘർഷവുമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൌനിയായി മടങ്ങി. അതേസമയം UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച K. സുരേന്ദ്രനും രംഗത്തെത്തി. തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ സ്റ്റേഷനിൽ വൻ വരവേൽപ്പ് നൽകി. മന്ത്രിയുടെ വരവറിഞ്ഞ് സ്റ്റേഷനിൽ എത്തിയ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും ഒന്നും പ്രതികരിക്കാതെ മന്ത്രി കാറിൽ കയറി അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെയും സഹപ്രവർത്തകരെയും കാണാൻ പോയി. ആശുപത്രി സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ വീണ്ടും പ്രതികരണം ആരാഞ്ഞെങ്കിലും ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കരിയോയിൽ പ്രയോഗം നടത്തിയ ചേറൂരിലെ MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പോയി. അദ്ദേഹം അവിടെ കുറച്ചുനേരം K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തി. പുറത്തിറങ്ങാൻ നേരം വീണ്ടും വോട്ടർ പട്ടിക വിവാദവും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിനിടയിൽ കാറിൽ കയറാൻ നേരം നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന് ഒരു വാക്കുമാത്രം പറഞ്ഞ് അദ്ദേഹം കോതമംഗലത്തേക്ക് പോയി. പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച K. സുരേന്ദ്രൻ വോട്ടർ പട്ടിക ക്രമക്കേട് തെളിയിക്കാൻ UDF-നെയും LDF-നെയും വെല്ലുവിളിച്ചു. കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത് BJP 60,000 വോട്ട് അനധികൃതമായി ചേർത്തു എന്നാണ്. ഒരു MLA പോലുമില്ലാത്ത ഒരു പാർട്ടി 60,000 വോട്ടർമാരെ അനധികൃതമായി ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന LDF-ഉം ഏറ്റവും അധികം ജനപിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന UDF-ഉം എവിടെയായിരുന്നുവെന്നും നിങ്ങൾ പോയി കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചത് പാർട്ടിയാണ്. സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇലക്ഷൻ നടത്തിയതെല്ലാം സർക്കാരിന്റെ ആളുകളാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ഏതോ ഒരു സ്ത്രീ പറഞ്ഞുവെന്ന് പറഞ്ഞ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി അധ്യക്ഷൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ മതിയെന്നും മാധ്യമങ്ങളോട് സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ്, പ്രത്യേകിച്ച് 1 വർഷം സമ്പൂർണ്ണമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോലൊഴിച്ച് BJPയെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. ഞാൻ വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം എന്തെങ്കിലും ഉണ്ടായി, ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ്. നിങ്ങൾക്ക് അതൊരു വാർത്തയല്ല. വോട്ടർ പട്ടിക വിവാദം പുകയുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ പരസ്പരം വീണുകിട്ടുന്ന ഓരോ അമ്പും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യവും വ്യക്തവുമായി തൊടുക്കും. ഒടുവിൽ അന്തിമ വിജയം ജനത്തിന്റേതെന്ന് മാത്രമാണെന്നാണ് ഭാഷ്യം. എന്നാൽ വോട്ടുകൊള്ള അതിന് കളങ്കമായിരിക്കുകയാണ്. പ്രകൃതി എപ്പോഴാണ് കലി തുള്ളുക എന്ന് പറയാനാവില്ല. നിമിഷ നേരം കൊണ്ടാണ് എല്ലാം ഇല്ലാതാവുക. അതായത് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് എല്ലാം നിലം പരിശായിട്ടുണ്ടാകും. അങ്ങനെ ചെറിയ തോതിൽ മിന്നൽ ചുഴലിയുണ്ടായി.
ആർക്കും അപകടം സംഭവിച്ചില്ല എന്നത് ആശ്വാസം. ചൊവ്വന്നൂരിനടുത്ത് പന്തല്ലൂരിൽ രാവിലെ 9:30 ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയത്. മെയിൻ റോഡിൽ നിന്നും പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് സംഭവമുണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും വീഴുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റോളം നീണ്ടുനിന്നു. ഇതിനിടയിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. ഓട്ടോ ഡ്രൈവറായ പന്തല്ലൂർ നെയ്യൻ വീട്ടിൽ സൈമന്റെ വാഹനത്തിന് മുകളിലേക്ക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ശക്തമായ കാറ്റിൽ പോസ്റ്റും ട്രാൻസ്ഫോമറും മറിയുന്നതും ശ്രദ്ധയിൽപ്പെട്ട സൈമൺ അതിവേഗം വാഹനം നിർത്തി പുറത്തേക്കിറങ്ങിയതിനാൽ അത്യാഹിതം ഒഴിവായി. ഓട്ടോറിക്ഷയ്ക്ക് പുറകിലായി വന്നിരുന്ന സ്ത്രീയും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. കാറ്റിന്റെ വേഗത കുറഞ്ഞ് സാവധാനത്തിൽ പോസ്റ്റ് ചാഞ്ഞതാണ് രക്ഷയായതെന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഓട്ടോ ഡ്രൈവർ സൈമൺ CCTVയോട് പറഞ്ഞു. സ്കൂൾ കുട്ടികളും വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. സ്കൂൾ വാഹനങ്ങളുടെ സമയത്തിന് ശേഷമാണ് കാറ്റ് വീശിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിഞ്ഞുപോയത്. ഇയാൾ ചിറ്റിലങ്ങാട് ഒരു ഭാഗത്തും മിന്നൽ ചുഴലിയുണ്ടായി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ചില മരങ്ങൾക്ക് മാത്രമാണ് നാശനഷ്ടങ്ങളുണ്ടായത്. പന്തല്ലൂരിലുണ്ടായ ചുഴലിയിൽ KSEBക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. 6 ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും ഒരു ട്രാൻസ്ഫോമറിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് KSEB ജീവനക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ നടത്തിവരികയാണ്. കാറ്റ് ഒരു എന്തോ പറയാൻ ഒരു സൈഡിൽ കൂടെ മാത്രമുള്ള ഒരു കാറ്റ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടിത്തെറിക്കലും ഷീറ്റ് പറക്കലും തെങ്ങ് വഴിക്ക് ഒടിഞ്ഞു വീഴലും അത് കണ്ടിട്ട് ഞാൻ മെല്ലെ വണ്ടി കയറ്റിയതാ. നമുക്ക് ട്രാൻസ്ഫോമർ ഇങ്ങനെ ചെരിഞ്ഞിരിഞ്ഞ് പോവുക. അതിൻ്റെ ആ വലിച്ചിലാണ് ഞാൻ കൊണ്ടു നിർത്തിയ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന 2 പോസ്റ്റ് ഇങ്ങനെ പൊട്ടി വീഴില്ലായിരുന്നു, മെല്ലെ ഒടിഞ്ഞ് മെല്ലെ ചായയായിരുന്നു. അതിനുള്ളിൽ ഞാൻ പുറത്തേക്ക് ചാടി. ഇതാ സംഭവിച്ചത്. ഒരു 2 മിനിറ്റോ ഒരു സെക്കൻഡോ അത്ര അതിന് കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഇതിന്റെ പിന്നിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഞാനും ഒരുമിച്ച് അങ്ങനെ ആ സ്ത്രീ നടന്നു വരിക, ഞാൻ വണ്ടിയിൽ ഒഴിച്ചു വരിക. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നത് വലിയ നഷ്ടങ്ങളാണ്. പ്രകൃതിയെ എപ്പോഴും കരുതിയിരിക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ദുരന്തം പല ജീവനും സ്വത്തും കവർന്നെടുക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നിസ്സഹായതോടെ നോക്കി നിൽക്കാനേ കഴിയൂ. പ്രകൃതിയെ ആർക്കും തടുക്കാനാവില്ല. സഞ്ചാരയോഗ്യമായൊരു റോഡ്, അത് പൊതുജനത്തിന്റെ ആവശ്യമാണ്. ആവശ്യം നിറവേറ്റേണ്ടതോ അധികാരികൾ. പക്ഷേ പലപ്പോഴും അധികാരികൾ കണ്ണുകെട്ടി നടക്കുന്നതിന് തുല്യമാണ്. കാണേണ്ട കാര്യങ്ങൾ കാണുകയോ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യില്ല. പൊതുജനം തന്നെ എല്ലാം കണ്ട് അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കണം. എന്നിട്ടോ കാര്യം നടക്കുമോ? അത് കണ്ടറിയേണ്ടി വരും. തകർന്ന് തരിപ്പണമായി പാരീസ് ചൊവ്വല്ലൂർ റോഡ്. തിരിഞ്ഞു നോക്കാതെ അധികാരികൾ. കണ്ടാണിശ്ശേരി പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത വിധം വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുടെ കാലത്താണ് റോഡിന്റെ നവീകരണത്തിനായി 1 കോടി രൂപ അനുവദിച്ചത്. വർഷങ്ങളോളം റോഡിന്റെ കരാർ ഏറ്റെടുക്കാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. പിന്നീട് ഇടുക്കി സ്വദേശി കരാർ ഏറ്റെടുക്കുകയും പാരീസിലെ കലുങ്കിന്റെയും ഖാനയുടെയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അനുവദിച്ച തുക കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാവില്ലെന്ന് വന്നതോടെ കരാറുകാരൻ ജോലി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. കാലങ്ങളായി ടാറിങ്ങോ മറ്റ് അറ്റകുറ്റപ്പണികളോ നടന്നിട്ടില്ലാത്തതിനാൽ റോഡ് തന്നെ ഇല്ലാതായ സ്ഥിതിയാണ് പല ഭാഗത്തുമുള്ളത്. നിരവധി തവണ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളോട് പ്രദേശവാസികൾ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറഞ്ഞുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. മാസങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾ ഒന്നിച്ച് പ്രതിഷേധവും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. പ്രസിദ്ധമായ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റോഡാണ് ഈ വിധം തൂർന്നു കിടക്കുന്നത്. രാവിലെയും വൈകിട്ടും പിഞ്ചുകുട്ടികളുമായി നിരവധി സ്കൂൾ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ചെറിയ കുളങ്ങൾ രൂപപ്പെടുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. 100 കണക്കിന് വീടുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ പ്രധാന റോഡിന്റെ അവസ്ഥ ഈ നിലയിലായി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭരണാധികാരികൾ തുടരുന്ന നിസ്സംഗതയിൽ കടുത്ത അമർഷത്തിലാണ് പ്രദേശവാസികൾ. റീബിൽഡ് കേരള പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തിയാണ് പാരീസ് ചൊവ്വല്ലൂർ റോഡിന്റേത്. നിലവിൽ പുതിയ കരാർ കമ്പനി നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും എസ്റ്റിമേറ്റ് തുകയുടെ 30% കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഇത് അംഗീകരിച്ചാൽ ഉടൻ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നതല്ലാതെ എപ്പോൾ, എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം. റോഡ് കുളത്തിന് സമാനമാണ്. ജനങ്ങൾക്ക് നടക്കേണ്ട വഴിയാണ്. അവിടെ എങ്ങനെ ആളുകൾ യാത്ര ചെയ്യും? അപകടക്കെണി വേറെയും. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കാണണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഇത് മുഖവിലക്കെടുത്തേ പറ്റൂ. അതായത് കാലതാമസം വരുത്തരുത് എന്ന് ചുരുക്കം.
ഭക്ഷ്യവിഭവങ്ങളുടെ വില കുതിച്ചു കയറുമ്പോൾ സാധാരണക്കാരന്റെ വയർ നിറയുന്നതിന് പകരം വയറൊന്ന് കാളും. ദിനംപ്രതി അധ്വാനിക്കുന്ന പണം ചിലവിന് പോലും തികയാത്ത അവസ്ഥ. ഈ സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഭക്ഷണം ലഭിക്കുന്നത് പൊതുജനത്തിന് ആശ്വാസമാണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പോക്കറ്റ് കാലിയാകാതെ സുഭിക്ഷമായി വയർ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ഹോട്ടൽ കാണാം. നാടൻ ഭക്ഷണത്തിന്റെ രുചിയോടെ പെരുമ നേടുകയാണ് സുഭിക്ഷ ഹോട്ടൽ. നാടൻ മീൻകറിയും സാമ്പാറും അച്ചാറും ഉൾപ്പെടെ ഇവിടെ 20 രൂപയ്ക്ക് ലഭിക്കുന്നത് സദ്യ വിഭവങ്ങളാണ്. 20 രൂപയ്ക്ക് വയറു നിറയെ ഭക്ഷണമാണ് സുഭിക്ഷ ഉറപ്പു നൽകുന്നത്. ഒരു ദിവസം സുഭിക്ഷയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് 800-ലധികം പേരാണ്. ഭക്ഷണം കഴിക്കുന്നവരിൽ സാധാരണക്കാരെന്നോ ധനികരെന്നോ വ്യത്യാസമില്ല. സുഭിക്ഷ ഹോട്ടൽ മാനേജർ മഹേഷിന്റെയും ഇൻചാർജായ അനിതയുടെയും കീഴിൽ 20 ജീവനക്കാരടങ്ങുന്ന സംഘമാണുള്ളത്. സുഭിക്ഷ തുടങ്ങിയ അവസരത്തിൽ 20 രൂപയ്ക്ക് ഊണെന്ന ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊറോണ കാലത്ത് വിശപ്പ് സഹിക്കാൻ നിവൃത്തിയില്ലാതെ സുഭിക്ഷയിലേക്ക് എത്തിയ ആളിൽ നിന്നാണ് മിതമായ നിരക്കിൽ പ്രഭാത ഭക്ഷണം എന്ന ആശയത്തിലേക്ക് എത്തിയതെന്നും ആദ്യമായി പ്രോജക്ട് മുന്നോട്ട് വെച്ചത് കുന്നംകുളം സുഭിക്ഷയാണെന്ന് ഇൻചാർജായ അനിത പറയുന്നു. സുഭിക്ഷ ഹോട്ടലിന് 20 രൂപയ്ക്കാണ് ഭക്ഷണം ലഭിക്കുന്നത്. ഇത് പാവപ്പെട്ടവരെന്നോ സാധാരണക്കാരെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ടല്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും നമ്മുടെ ഒന്നുമില്ലായ്മയിൽ ജീവിക്കുന്ന ആളുകൾ മുതൽ നല്ല ലെവലിൽ ജീവിക്കുന്ന എല്ലാവരും കൂട്ടായ്മയോടുകൂടി, അങ്ങനെ വ്യത്യാസമില്ലാതെ, ചെറുത് വലുത് എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള കുടുംബശ്രീയുടെ ഒരു ഉത്തരവാദിത്തം നന്നായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 10 രൂപയ്ക്ക് ദോശ, ഇഡലി, പുട്ട്, 20 രൂപയ്ക്ക് ഉപ്പുമാവും ഗീ റോസ്റ്റും, 40 രൂപയ്ക്ക് മസാല ദോശയും രാവിലെ 11 മണിവരെ ലഭ്യമാണ്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഹോട്ടലിൽ തിരക്ക് അനുഭവപ്പെടുക. കാലത്ത് 7 മണി തൊട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിനുശേഷം ഞങ്ങൾ അടുക്കളയിൽ ഉച്ചക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് 8 മണി മുതൽ 11:30 വരെ. 11:30ക്ക് ക്ലോസ് ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് ലഞ്ച് കൊടുക്കേണ്ട ടൈം ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യും. കൗണ്ടറിൽ 20 രൂപ അടച്ചാൽ കിട്ടുന്ന ടോക്കണുമായി വിളമ്പുകാർക്ക് മുന്നിലെത്തിയാൽ പ്ലേറ്റിൽ ഊണും അനുബന്ധ കറികളും ലഭിക്കും. സ്പെഷ്യൽ വേണ്ടുന്നവർക്ക് വറുത്ത മീൻ, നാടൻ മീൻ കറി, ചിക്കൻ കറി, ബീഫ് കറി തുടങ്ങിയവയും ലഭിക്കും. സ്പെഷ്യലിന് 30 രൂപയിൽ കൂടില്ല. മറ്റു ഹോട്ടലുകളിൽ നൽകുന്ന തുകയുടെ 1/3 കൊണ്ട് സ്പെഷ്യൽ ഉൾപ്പെടെയുള്ള ഊണ് സുഭിക്ഷയിൽ നിന്ന് കഴിക്കാം. അപ്പോൾ ടോട്ടൽ എനിക്ക് ഇവിടുത്തെ ഫുഡ് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഹെൽത്തിയാണ്, കൂടുതൽ കാശൊന്നുമല്ല, നല്ല ഭക്ഷണമാണ്, മിതമായ വിലയ്ക്ക് തന്നെയാണ് തരുന്നത്. എവിടെ ഇല്ലാത്ത വളരെയധികം ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 6 കൊല്ലത്തോളമായി ഇവിടെ നിന്ന് സ്ഥിരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിലേക്ക് ഉച്ചയ്ക്കുള്ള ശേഷമുള്ള പഴംപൊരിയോ ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വാങ്ങിക്കൊണ്ടാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഫ്രീക്വൻറ്റ് വിസിറ്ററാണ്. നല്ല മസാല ദോശയാണ്, എടുത്തു പറയേണ്ടതാണ് മസാല ദോശ. പിന്നെ ഇവരുടെ ചമ്മന്തി സൂപ്പർ. ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എല്ലാവിടെയും. അപ്പോഴാണ് കുറേ സാധാരണ ജനങ്ങൾക്കൊക്കെ, നമ്മൾ ഇതായിട്ട് പറയുന്നതല്ല, സാധാരണ ജനങ്ങൾക്കൊക്കെ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥലമാണ്, സ്പേസാണ്. നല്ല വൃത്തിയുള്ള അടുക്കളയിൽ പാചകം ചെയ്യുന്നത് നേരിട്ട് കാണാമെന്നതും സുഭിക്ഷയിലെ പ്രത്യേകതയാണ്. അടുക്കളയിൽ വനിതാധിപത്യമാണ്. ഓരോ ദിവസവും ഇവിടെ വ്യത്യസ്ത കറികൾ ലഭിക്കും. ഒന്നിടവിട്ട ദിവസമാണ് സാമ്പാർ നൽകുക. ഇവിടുത്തെ വൃത്തിയും രുചിയുമാണ് വീണ്ടും ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് വാസു പറയുന്നു. മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിശപ്പ് രഹിത കേരളത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ക്യാൻറ്റീനിൽ 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും. വളരെ നല്ല വൃത്തിയിൽ വളരെ ഗുണമേന്മയുള്ള ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ ചായയും അതുപോലെ സ്നാക്സുമാണ് ഇവിടെ വിതരണം ചെയ്യണം. ഏറ്റവും നമുക്ക് വിശക്കാത്ത രീതിയിൽ ആവശ്യം പോലെ തന്നെ ഇവിടെ വിതരണം നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിനുള്ളത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഹോട്ടലിന് കെട്ടിട വാടക, വൈദ്യുതി, വെള്ളം എന്നിവ സൗജന്യമായി നഗരസഭ ലഭ്യമാക്കുന്നുണ്ട്. കുന്നംകുളം നഗരസഭയുടെ സപ്പോർട്ടാണ് കുടുംബശ്രീ സുഭിക്ഷ ഇത്രയും വിജയകരമായി മുന്നോട്ടു പോകാൻ കാരണമെന്നും 20 രൂപയിൽ തന്നെ തുടർന്നും ഭക്ഷണം നൽകാമെന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ കൈത്താങ്ങായി എന്നും സുഭിക്ഷയുടെ ഇൻചാർജായ അനിത CCTVയോട് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതായിട്ട് കുന്നംകുളം നഗരസഭ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി. 5 രൂപ സബ്സിഡിയാണ് ഒരു ഊണിന് നമുക്ക്
ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു വീട് എന്ന നിലയിൽ തന്നെ ഇതിനെ നമ്മുടെ സുഭിക്ഷയെ കണ്ട് പെരുമാറുന്ന ജനങ്ങളാണ് ഈ കുന്നംകുളത്ത്. അവരോട് ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പലയിടത്തും സുഭിക്ഷ ഹോട്ടലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് കണക്കിലെടുത്ത് ഇത്തരം ഹോട്ടലിലെ ഉച്ചഭക്ഷണ നിരക്ക് 20 നിന്ന് 30 രൂപയാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. നഷ്ടം വരുന്ന തുക നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് തീരുമാനിച്ചതോടെയാണ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ ഏറെയാണ്. 20 രൂപ പോലും എടുക്കാൻ സാധിക്കാത്തവർക്ക് ഫ്രീ കൂപ്പണും സുഭിക്ഷ നൽകുന്നുണ്ട്. 20 രൂപയ്ക്ക് ഭക്ഷണത്തിന്റെ കൂടെ മനസ്സും നിറഞ്ഞാണ് ഓരോരുത്തരും സുഭിക്ഷ വിട്ടിറങ്ങുന്നത്. 20 രൂപയ്ക്ക് വിഭവസമൃദ്ധമായ ഊണ്. ഒരു ചായയ്ക്ക് പോലും ഈ തുക കൊടുക്കേണ്ടി വരുന്ന കാലത്താണ് ചോറും കറികളും ഉൾപ്പെടെ ഈ തുകയ്ക്ക് കിട്ടുന്നത്. സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ അഭിമാനവും കയ്യടി നേടുന്നതുമാണ്. ഓണത്തിന് അല്പം ആശ്വാസമായി വെളിച്ചെണ്ണ വില കുറയുകയാണ്. മൊത്ത വ്യാപാരികളെ മറികടന്ന് കമ്പനികൾ കർഷകരിൽ നിന്ന് കൊപ്ര സംഭരിക്കുന്നതും ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാൻ സർക്കാർ തീരുമാനിച്ചതുമാണ് വിലക്കുറവിന് വഴിയൊരുക്കിയത്. അതേസമയം തന്നെ വെളിച്ചെണ്ണയിലെ മായം ചേർക്കലും വ്യാപകമാണ്. മലയാളിയുടെ അടുക്കളയിൽ വെളിച്ചെണ്ണ രുചി ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. തൊട്ടാൽ പൊള്ളുന്ന വിധം വെളിച്ചെണ്ണ വില കുതിച്ചുയരുമ്പോൾ കുടുംബ ബജറ്റിനെ അത് കാര്യമായി ബാധിച്ചിരുന്നു. കേരനിരകളാടുന്ന നാട്ടിൽ ജനിച്ചു വളർന്ന നമുക്ക് വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത വിഭവങ്ങളാണ് കൂടുതൽ പ്രിയം. അതിന്റെ രുചിയും മണവും ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 2 മാസങ്ങളായി വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നപ്പോൾ അടുക്കള രുചിക്ക് കോട്ടം വന്നു. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 420 മുതൽ 500-ലധികം രൂപയാണ് പല ബ്രാൻഡുകളും ഈടാക്കിയിരുന്നത്. നാളികേരത്തിന്റെ വിലയാണെങ്കിൽ 1 കിലോയ്ക്ക് 74 മുതൽ 80 രൂപ വരെയും. നാളികേരത്തിന്റെ വില ഉയർന്നതും ലഭ്യതക്കുറവുമായിരുന്നു വില കുതിക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ വില വർദ്ധിച്ചാലും വ്യാപാരികൾക്ക് അതിനുള്ള ലാഭം ലഭിക്കുന്നില്ലെന്ന് കുന്നംകുളത്തെ ലില്ലി ഓയിൽ മില്ലുടമ സാജു ഡേവിഡ് പറയുന്നു. വില കൂടുന്നത് ഒരു കണക്കിന് ലാഭമാണെന്ന് വിചാരിക്കും എല്ലാവരും. പക്ഷെ നഷ്ടമാണ്. പ്രൊഡക്ഷൻ കുറവാണ്. പിന്നെ നമ്മൾ കൊപ്ര വാങ്ങുമ്പോഴും നാളികേരം വാങ്ങുമ്പോഴും നല്ല വില കൊടുക്കണം. നല്ല പ്ലസ് കൊടുത്താലാണ് കൊപ്രയും നാളികേരം കിട്ടുള്ളൂ. വളരെ കുറവാണ്. 4 രൂപ കച്ചവടമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 4 രൂപ കച്ചവടമേ ഉള്ളൂ. വില 4 ഇരട്ടിയുണ്ട്, 3 ഇരട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ കച്ചവടം 4 രൂപ ഉള്ളൂ. അതേസമയം വിപണിയിലെ വ്യാജന്മാരും ഈ അവസരം മുതലെടുക്കുന്നത് ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല. വിലക്കുറവിൽ ലഭ്യമാകുന്ന ബ്രാൻഡുകളുടെ വിശ്വാസ്യതയും ചോദ്യമാണ്. എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. വ്യാജന്മാർ ഇപ്പോൾ തമിഴ്നാട് വെളിച്ചെണ്ണ തന്നെ കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. നല്ല വെളിച്ചെണ്ണ വേണ്ടവര് നല്ല ആട്ടുന്നിടത്തേക്ക് വരും. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ചിലവിന്റെ നല്ലൊരു ഭാഗം വെളിച്ചെണ്ണയ്ക്കായി നീക്കിവെക്കേണ്ട സ്ഥിതിയായിരുന്നു. ഒരു ദിവസത്തെ കൂലി പോലും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് തികയാത്ത അവസ്ഥ. കൂടാതെ ഹോട്ടലുകളിലും ചായക്കടകളിലും ബേക്കറി വിൽപ്പനശാലകളിലുമെല്ലാം ഇതിനനുസരിച്ച് ഭക്ഷ്യവിഭവങ്ങൾക്ക് വില കൂടുതൽ ഈടാക്കുന്നുമുണ്ട്. ഇനി ഓണക്കാലമാണ്. വറുത്തുപ്പേരിയാണ് മെയിൻ താരം. വെളിച്ചെണ്ണയിൽ വറുത്തതിന് വില കൂടുതലും പാമോയിലിൽ വറുത്തതിന് വില കുറച്ചുമാണ് വിൽപ്പന. വെളിച്ചെണ്ണയുടെ വില വർധനവ് ഭക്ഷ്യവിഭവങ്ങളെ വരെ വേർതിരിച്ചു തുടങ്ങിയെന്നർത്ഥം. വലിയവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല. ഇതൊക്കെ വമ്പൻ ആളുകളുടെ ഇതാണ്. നമ്മൾ കുറേയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. കൂടുന്ന വിചാരിച്ചിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഓണക്കാലത്തെ കുടുംബ ബജറ്റിൽ വെളിച്ചെണ്ണ വിലയുടെ നഷ്ടം കുറയ്ക്കാൻ സർക്കാർ ഇടപെട്ടത്. സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ 55 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് പൊതുവിപണിയിൽ ലഭ്യമാക്കുക. 349 രൂപയ്ക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരിയും 457 രൂപയ്ക്ക് കേരാഫെഡിന്റെ കേരയും വിൽപ്പനയ്ക്ക് സജ്ജമായതോടെ മൊത്ത വിപണിയിൽ 500 പിന്നിട്ട വെളിച്ചെണ്ണ വില 395 മുതൽ 425 രൂപയിലേക്ക് താഴ്ന്നു. ഓണം എത്തുമ്പോഴേക്കും ലിറ്ററിന് 350 രൂപയാകാനാണ് സാധ്യത. ഇത്തവണ മലയാളിയുടെ ഓണം പൊള്ളില്ല. സർക്കാർ ഇടപെടലും വിപണിയിൽ വെളിച്ചെണ്ണ വില കുറയുന്നതും ആശ്വാസമാണ്. വെളിച്ചെണ്ണയാണ് നമ്മൾ മലയാളികൾക്ക് പ്രിയം. തൊട്ടാൽ പൊള്ളുന്ന വിധം വില ഉയരുമ്പോൾ അത് ഭക്ഷണ രുചിയെ വരെ ബാധിച്ചിരുന്നു. കാച്ചലും വറുക്കലും പൊരിക്കലുമെല്ലാം വെളിച്ചെണ്ണയിലായാലേ നമുക്ക് തൃപ്തി വരൂ. വില കുറഞ്ഞ വെളിച്ചെണ്ണ മാർക്കറ്റിൽ ലഭിക്കുന്നത് മായം കലർത്തിയിട്ടാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. എന്തായാലും സർക്കാരിന്റെ ഇടപെടൽ ആശ്വാസമാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യത്തിനായാണ് സാധാരണ കുളം ഉപയോഗിക്കാറ്. കുളിക്കാനും വസ്ത്രം കഴുകാനും ഇപ്പോൾ നീന്തൽ പരിശീലനവും പൊതുകുളത്തിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കണ്ടാണ് കുളം നവീകരിച്ചത് എന്നാണ് പൊതുജനം കരുതിയത്. ചിറ മനോഹരമായപ്പോൾ പ്രദേശവാസികൾക്കും അത് ആശ്വാസമായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് പൊതുകുളത്തിൽ പൊതുജനത്തിന് പ്രവേശനമില്ല എന്നുള്ള കാര്യം. ഇതറിഞ്ഞപ്പോൾ പ്രതിഷേധമുണ്ടാവുന്നത് സ്വാഭാവികം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2ാം വാർഡ് പതിയാരം കാവാലഞ്ചിറയിൽ ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതിക്കെതിരെ പ്രദേശവാസികളായ ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി.
എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിലെ പതിയാരം മണ്ടമ്പറമ്പ് പ്രദേശവാസികളാണ് കാവാലഞ്ചിറ സംരക്ഷണ സമിതി രൂപീകരിച്ച് ജനകീയ പ്രതിഷേധം നടത്തുന്നത്. സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കാവാലഞ്ചിറയുടെ പുനർനിർമ്മാണം നടത്തിയത്. പ്രദേശവാസികൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കും പ്രാദേശിക മത്സ്യബന്ധനത്തിനുമായാണ് ചിറ നവീകരിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രദേശവാസികളായ നാട്ടുകാർക്ക് ചിറയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് സമിതി പ്രവർത്തകർ ആരോപിക്കുന്നു. ജനകീയ മത്സ്യകൃഷിയുടെ പേരിൽ പഞ്ചായത്ത് ഏതാനും പേർ ചേർന്ന് രൂപീകരിച്ച ഗ്രൂപ്പ് സഹായ സംഘത്തിന് പഞ്ചായത്ത് കുളം വിട്ടു നൽകിയിരിക്കുകയാണ്. ഇതോടെ കുളം പൂർണ്ണമായി വലകെട്ടി മറച്ച നിലയിലായി. ആളുകൾക്ക് പേരിനൊരു കുളക്കടവ് തുറന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എണ്ണ, സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്നും മത്സ്യമോഷണം തടയാനെന്ന പേരിൽ കുളത്തിനു ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിക്കുവാൻ നീക്കം നടക്കുന്നതായും പറയുന്നു. ഇതോടെ സ്ത്രീകളടക്കമുള്ളവർക്ക് ഇവിടെ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകാനിറങ്ങാനും കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്നും സമിതി പ്രവർത്തകർ പറയുന്നു. മുൻകാലങ്ങളിൽ വർഷം 15,000 രൂപയ്ക്ക് മുകളിൽ മത്സ്യം ലേലം ചെയ്തിരുന്ന കുളം ടെൻഡർ നടപടികളിലില്ലാതെ വെറും 500 രൂപയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും പദ്ധതി നടപ്പാക്കുന്നതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഫിഷറീസ് വകുപ്പിനും പഞ്ചായത്ത് അധികൃതർക്കും സമിതി പരാതി നൽകിയിട്ടുണ്ട്. മത്സ്യകൃഷി ഉദ്ഘാടന ചടങ്ങ് നടന്ന കാവാലഞ്ചിറ പരിസരത്ത് കാവാലഞ്ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തുടർന്ന് കുളത്തിലിറങ്ങി കുളിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു. സമിതി പ്രവർത്തകരായ MC പ്രദീപ്, AV വിനീഷ്, തോമസ് വളയത്തിൽ, VP ബിജു, പ്രബീഷ്, വർഷ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ജോലിക്ക് പോയിരിക്കുകയാണ്. അവർ ജോലി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് വന്നാൽ അവർക്ക് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുളം ഉപയോഗശൂന്യമാക്കി തീർത്തത് ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെയുള്ള നേതൃസ്ഥാനങ്ങളുമാണെന്നുള്ള കാര്യം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇത്രയും വർഷം മുമ്പ് കോടികൾ മുടക്കി ഇത്രയും പണം മുതൽ മുടക്കില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളുള്ള പല കുളങ്ങളും അവർ നവീകരിച്ചത് കണ്ടാൽ ഇത് കാണുമ്പോൾ വെറും കാലത്തരമാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ അവിടുന്ന് നമുക്ക് റീപ്ലൈ വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 7-ാം തീയതിയാണെന്ന് തോന്നുന്നു, വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് റീപ്ലൈ വരുന്നത്. 7 ദിവസം സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതായത് 150 പേര് ഒപ്പിട്ട പരാതി നമ്മൾ അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ മേശപ്പുറത്തും 150 പേര് ഒപ്പിട്ട പരാതി ഇരിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അതിൻ്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ പരാതി ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ഇവര് പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി ഞങ്ങൾ വെച്ച പരാതിക്ക് റീപ്ലൈ തരാതെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റീപ്ലൈ കൊടുത്തു. ഇവിടെ ആർക്കും പരാതിയില്ല. സത്യത്തിൽ ഇവിടെ തലപ്പൊക്കുന്നത് അഴിമതി ആരോപണമാണ്. ആരെയൊക്കെയോ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണെന്നാണ് പൊതുജന ഭാഷ്യം. മത്സ്യകൃഷി നല്ലതാണ്, ആവശ്യവുമാണ്. പക്ഷേ പൊതുജനത്തിന്റെ ആവശ്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് മറന്നു പോകരുത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.